Friends, today we are dealing with the module 3 of your subject, that is brand, and that is the logos and symbols. Logos and symbols are in the discuss for which we want to study the logo, what are the major good characteristics of a logo and all. So first we can move into the first one, that is the trademark logo. What is really the meaning of the trademark logo or logo? Logo is anything that should be attractive, unique and functional. എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കണം, യുണീക്ക് ആയിരിക്കണം, ഫങ്ഷണൽ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് സിമ്പിൾ ദാറ്റ് റെപ്രസെൻറ്റിങ് സംതിങ്. അപ്പോൾ അതെല്ലാം യുണീക്ക് ആണെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഫൈനലി റെപ്രസെൻറ്റ് ദ കമ്പനീസ് ഇമേജ്. കമ്പനിയുടെ ഇമേജ് തന്നെയായിരിക്കും ഒരു ലോഗോയിലൂടെ. അപ്പോൾ ആ ലോഗോ കാണുമ്പോൾ തന്നെ കമ്പനിയെ പറ്റിയിട്ടൊരു ഐഡിയ ആണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾവേസ് റെപ്രസെൻറ്റ് എ കമ്പനീസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. എന്നുവെച്ചാൽ ട്രേഡ് മാർക്ക് ലോഗോ എന്ന് പറയുമ്പോൾ നമ്മളത് രജിസ്റ്റർ ചെയ്യുന്ന ലോഗോസിനെയാണ് ട്രേഡ് മാർക്ക് ലോഗോ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്യും. വേറൊരാൾക്ക് നമ്മുടെ ലോഗോ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ട്രേഡ് മാർക്ക് ലോഗോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലേ കമ്പനിയുടെ, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു ട്രേഡ് മാർക്ക് ലോഗോ. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് റെഗുലേറ്റഡ് ബൈ ദ ജുറിഡിക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് ഓർ കൺട്രി. നമ്മൾ ട്രേഡ് മാർക്സ് ആക്കി നമ്മുടെ ലോഗോ മാറ്റുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ കൺട്രിയിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലായിരിക്കും. ആൻഡ് സോ ഇറ്റ് വിൽ ബി ഓൾവേസ് റെഗുലേറ്റഡ് അണ്ടർ ദി ജുറിഡിക്ഷൻ ഓഫ് ആ സ്റ്റേറ്റ് ഓർ ദ കൺട്രി. ആൻഡ് ഓൺ രജിസ്ട്രേഷൻ ഇറ്റ് ബിക്കംസ് ദ ആർ. ഒരു സർക്കിൾ ആർ എന്ന് എഴുതിയ രീതിയിൽ നമ്മൾ കുറേ കമ്പനികളുടെ പേര് കാണാറുണ്ട്. ബിക്കോസ് ദേ ആർ രജിസ്റ്റേർഡ് ലോഗോ ഓർ ദി ട്രേഡ് മാർക്ക് ലോഗോ. Okay, this is the introduction regarding the logo. So we want to know what are the some examples of the logos. ഇവിടെ നമ്മൾ കാണുന്ന Y, ഫ്രം ദ വേർഡ് വി നോ ദാറ്റ് ഇറ്റ് ഇസ് ഓഫ് യാഹു. യാഹുവിൻ്റെ വേർഡിൻ്റെ, യാഹു എന്ന കമ്പനിയുടെ പേരിൻ്റെ ഒരു ഫസ്റ്റ് ലെറ്റർ മാത്രം വെച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലോഗോ ആണ് Y. സിമിലർലി ദാറ്റ് വേർഡ് ഇറ്റ് ഈസ് ഫോർ ദ അമുൽ. അമുൽ ബട്ടറിൻ്റെ പരസ്യമാണ്. പരസ്യത്തിൻ്റെ അതിൻ്റെ ലോഗോ ആണ് ഈ കാണുന്നത്. നമുക്ക് ആ പിക്ക് കാണുമ്പോൾ തന്നെ അമുൽ ബട്ടറിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഐക്കൺ. എന്തോ ഒരു പടമാണ് കാണിച്ചിരിക്കുന്നത്, മറ്റേതൊരു ലെറ്റർ മാത്രം. സംടൈംസ് ഇറ്റ് ക്യാൻ ബി വേർഡ്. ഇപ്പോൾ പെൽസ്ബറി എന്ന ബ്രാൻഡ് കാണിക്കുന്ന പെൽസ്ബറി എന്ന് എഴുതിയ ഒരു ഡവ് ബോയുടെ പടമായിരിക്കും. സോ ഒരു ക്യാരക്ടർ പ്ലസ് എ വേർഡ് ഒരു കമ്പനിയുടെ പേര് തന്നെ റെപ്രസെൻറ്റ് ചെയ്ത് എഴുതാം. സോ ദീസ് ആർ ദ മെനി കൈൻഡ് ഓഫ് ലോഗോ. സോ ഒന്നെങ്കിൽ അത് വേർഡ് ടൈപ്പ് ആകാം, അല്ലെങ്കിൽ ലെറ്റർ മാർക്ക് ആകാം. വേർഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ആ വേർഡ് തന്നെയായിരിക്കും. അതുപോലെ ഇറ്റ് ക്യാൻ ബി എ ലെറ്റർ മാർക്ക്, ഒരു ലെറ്റർ മാത്രം, നേരത്തെ പറഞ്ഞ പോലെ അബ്രിവേറ്റഡ് ടെക്സ്റ്റ് മാത്രമായിരിക്കും. ഓർ ഇറ്റ് ക്യാൻ ബി എ ഐക്കൺ. ഇപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന പോലെ ഒരു കുട്ടി ബട്ടർ കഴിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു ഐക്കൺ ആകാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പല കൈൻഡിലുള്ള ട്രേഡ് മാർക്ക് ലോഗോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ നമ്മൾ ലോഗോസ് എല്ലാം ക്രിയേറ്റ് ചെയ്താലും അതിന് കുറച്ച് യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം. എന്നുവെച്ചാൽ ഒരു ഗുഡ് ലോഗോ എങ്ങനെയായിരിക്കണമെന്ന് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ദാറ്റ് ആർ ബീയിങ് ഡിസ്കസ്. So the major elements of a good logo are, it should have a lasting value. Always ഒരു നല്ല ലോഗോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റിംഗ് വാല്യൂ ആയിരിക്കണം. ആൻഡ് ട്രെൻഡി ലോഗോസ് ഡസ് ഹോൾ ഫോർ മോർ ടൈം. ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് നമ്മളൊരു പുതിയ ലോഗോ കണ്ടുപിടിച്ചു, അത് എപ്പോഴും നിലനിൽക്കണമെന്നില്ല. ഇപ്പം കൊറോണനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കൊറോണ മാറിക്കഴിയുമ്പോൾ ആ ലോഗോയ്ക്ക് എഫക്റ്റ് ഇല്ലാതാകും. സോ ഓൾവേസ് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ a lasting value. It shouldn't based on the trend or the fashion base ചെയ്താവരുത് ഒരു ഗുഡ് ലോഗോ ഡിസൈൻ ചെയ്യുന്ന ഫോർ മേക്കിംഗ് ഇറ്റ് മോർ ലാസ്റ്റിംഗ്. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഇസ് ഡിസ്റ്റിങ്. ദാറ്റ് ഇസ് എ ഗുഡ് ലോഗോ ഷുഡ് ബി ഡിസ്റ്റിങ്. സം എമൗണ്ട് ഓഫ് യുണീക്നെസ് ആസ് ലോങ് ആസ് ഇറ്റ് ഡസൻ കൺഫ്യൂസ് ഇസ് വാല്യുബിൾ. നമ്മൾ എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള ഒരു ലോഗോ ആയിരിക്കും ഡിസൈൻ ചെയ്യുക. ഒരിക്കലും കൺഫ്യൂസിങ് ആവരുത്, പേരൊന്നുമായിട്ട് നമ്മുടേത് ഡൗട്ടായി വരരുത്. സിമിലർലി ഇറ്റ് ഷുഡ് ഗീവ് എ അപ്പീൽ. നമ്മൾ ഏത് ടാർഗറ്റ് മാർക്കറ്റിനെയാണോ ആ പ്രൊഡക്റ്റ് കൊണ്ട് റീച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ലോഗോ അട്രാക്റ്റ് ചെയ്യിപ്പിക്കേണ്ടത്, അങ്ങനെ തന്നെ ആയിരിക്കണം പ്രൊഡക്റ്റ് മാർക്കറ്റിലെ ലോഗോസ്. ബിക്കോസ് ഇപ്പം ആ അമുൽ ബട്ടറിൻ്റെ ആ കുട്ടി ബട്ടർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടേസ്റ്റി കാണിക്കുന്ന ഒരു പടമാണ്. ബട്ട് ഇറ്റ് ഡയറക്റ്റ്ലി ഷോസ് വാട്ട് ഇറ്റ് മീൻസ്. അപ്പോൾ ടാർഗറ്റ് കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്ന് എത്താൻ ആ ഒരു പിക്ക് കൊണ്ട് മാത്രം പറ്റും. അങ്ങനെ ഒരു അപ്പീലിംഗ് ആയിരിക്കണം ഒരു ഗുഡ് ലോഗോ. ആൻഡ് ഇറ്റ് ഷുഡ് സപ്പോർട്ട് ദ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ. ഓരോ പ്രൊഡക്റ്റിന് USP എന്ന് പറഞ്ഞാൽ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷനാണ്. ഓരോ പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ ഓരോ കമ്പനിക്കും അവരുടേതായ ഒരു യുണീക്നെസ് ഉണ്ടാവും. അത് കാണിക്കാൻ പറ്റണം നമ്മുടെ പ്രൊഡക്റ്റിന്. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ലോ പ്രൈസ് ആണ് നമ്മളുടെ ഒരു യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ എങ്കിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ആയിരിക്കണം. ഈ അമൂലിൻ്റെയിൽ നമ്മൾ ടേസ്റ്റി ബട്ടർ എന്ന യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷനാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ആ ലോഗോയിൽ കുട്ടി കഴിക്കുന്ന ഇറ്റ് ഈസ് ടേസ്റ്റി എന്ന രീതിയിലുള്ള ഒരു
എക്സ്പ്രഷൻ ആ കുട്ടിയുടെ മുഖത്തുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മുടെ ലോഗോ. ആൻഡ് ദ ലാസ്റ്റ് legible, that is, it looks pretty obvious, but many people use typefaces and images that can't be printed or carried on to a larger size. Logo should clearly identify the company and can't don't understand it. Legible ആയിരിക്കണം, നമുക്ക് pretty ആയിരിക്കണം, കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. അത് പ്രിൻറ്റ് എത്ര സൈസിൽ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്താലും ഒരു പ്രശ്നമില്ലാത്ത രീതിയിലായിരിക്കണം നമ്മുടെ കമ്പനിയുടെ ലോഗോ. സോ ദീസ് ആർ ദ മേജർ എലമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ലോഗോ. എങ്ങനെ ആയിരിക്കണം, ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത്? ലാസ്റ്റിംഗ് വാല്യൂ ഷുഡ് ഹാവ് എ ലാസ്റ്റിംഗ് വാല്യൂ, ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിങ്, ഇറ്റ് ഷുഡ് ഹാവ് അപ്പീൽ ടു ദി ടാർഗറ്റഡ് കസ്റ്റമേഴ്സ്, ദെൻ ഇറ്റ് ഷുഡ് ഓൾവേസ് സപ്പോർട്ട് ദ യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ ആൻഡ് ഓൾസോ ലിജിബിൾ വൺ. ദീസ് ആർ ദി മേജർ എലമെൻറ്റ്സ്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു സക്സസ്ഫുൾ ലോഗോ ഡിസൈൻ. നമ്മളൊരു ലോഗോ ഡിസൈൻ ചെയ്യുന്നു, അതിൽ എന്തെല്ലാമാണ് നമ്മൾ നോക്കേണ്ടത്, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഒരു കാര്യങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പാടും എന്ന രീതിയിൽ നമ്മൾ ഡൂസ് ആൻഡ് ഡോൺസ് ഫോർ എ സക്സസ്ഫുൾ ലോഗോ ഡിസൈൻ. ഇതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിലെ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ക്ലിയർ. നമുക്കറിയാം അതായിരിക്കണം ഒരു ലോഗോ. എപ്പോഴും ലോഗോസ് സിമ്പിൾ ആയിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. ബിസിനസ്സിൻ്റെ ഫിലോസഫി മനസ്സിലാക്കാൻ പറ്റണം. ആ സിമ്പിളിൽ നിന്ന് തന്നെ ബിസിനസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അതിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റണം. ബെസ്റ്റ് ആയിരിക്കും, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആവാവുന്ന രീതിയിലുള്ള ലോഗോസ് ആയിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതർവൈസ് ഇറ്റ് വോണ്ട് ബി. അപ്പം ഡു ആണ് നമ്മൾ ചെയ്യേണ്ടത്, സിമ്പിൾ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഡു നോട്ട് കോസ് മച്ച് ഡീറ്റെയിൽ ഓൺ ദി ലോഗോ ക്രാംസ് ആൻഡ് മഫിൾസ്. മെസ്സേജ് ഭയങ്കര ഓവർ ആക്കിയിട്ടൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. യൂസിങ് ടു മെനി വേർഡ്സ് അല്ലെങ്കിൽ ജാഗൻസ് യൂസ് ചെയ്യാം. നമുക്ക് മാത്രം മനസ്സിലാകുന്ന കുറച്ച് വാക്കുകൾ, അല്ലാതെ ടെക്നിക്കലായിട്ടുള്ള ടേംസ് യൂസ് ചെയ്യുക. ദെൻ ലോക്കൽ പീപ്പിളിനും കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലുള്ള വേർഡ്സും മിനിമം വേർഡ്സും യൂസ് ചെയ്ത് വേണം ഒരു ലോഗോ ഡിസൈൻ ചെയ്യാൻ. സെക്കൻഡ് വൺ ഇസ് ബി യുണീക്ക്. ഓൾവേസ് സക്സസ്ഫുൾ ലോഗോ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കണം, ലാസ്റ്റിംഗ് ആയിരിക്കണം, അതേപോലെ യുണീക്നെസ് ഉണ്ടായിരിക്കണം, ബാക്കി എല്ലാവർക്കും റിമെമ്പർ ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കണം. ഒരിക്കലും ഇതിൻ്റെ റിപ്പീറ്റിംഗ് ആവരുത്, അല്ലെങ്കിൽ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസൈനിനെ എടുത്ത് നമ്മൾ പിന്നെയും ബിസിനസ്സിലിട്ടാൽ ഇറ്റ് വോണ്ട് ക്ലിക്ക് ദ മാർക്കറ്റ്. ഔട്ട്ഡേറ്റഡായി വേറൊരു കമ്പനി യൂസ് ചെയ്ത് ആ കമ്പനിയുടെ കാലം കഴിഞ്ഞ ഒരു ലോഗോ ആണെന്ന് വെച്ചോ, അത് പിന്നെയും നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഇടുമ്പോൾ അതേ ലോഗോ എടുത്തിട്ടാൽ നമ്മളുടെ പ്രൊഡക്റ്റിന് ചിലപ്പോൾ റീച്ച് കിട്ടത്തില്ല. സോ ഓൾവേസ് ഇറ്റ് ഷുഡ് ബി യുണീക്ക് ആൻഡ് ഷുഡ് സ്റ്റാൻഡ് ഔട്ട് ഓഫ് വിത്ത് ഇറ്റ്സ് uniqueness and also should be remembered by the customers. These are the major thing to be seen in the uniqueness of a successful logo. Third one is about the color. Color എപ്പോഴും ഒരു മെയിൻ കാര്യമായിരിക്കും. നമ്മുടെ ഇമോഷൻസിനെ കാണിക്കുന്നതാണ് കളർ, അല്ലേ? അപ്പം എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡിസൈനർ അതിനെ ബേസ് ചെയ്തിട്ട്, നമ്മുടെ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കളേഴ്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഒരു പ്രോഗ്രഷൻ ഉള്ള രീതി വേണം നമ്മൾ കളർ എടുക്കാൻ. അല്ലാതെ ഡാർക്ക് കളേഴ്സ് ഒന്നും വെച്ച് നമ്മുടെ പിക്കിനെ അല്ലെങ്കിൽ നമ്മുടെ ലോഗോസിനെ ഡിസൈൻ മോശമാക്കരുത്. എപ്പോഴും അപ്പീലിംഗ് ആവുന്നത്. ഇപ്പോൾ കുട്ടികളുടെ വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കളേഴ്സ് എപ്പോഴും പിങ്ക്, ബ്ലൂ അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അങ്ങനെയായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുക, അതിൻ്റെ ലോഗോസ് അടക്കം. ആ പ്രൊഡക്റ്റും അങ്ങനെയായിരിക്കും, പാക്കേജും അങ്ങനെയായിരിക്കും, അതേപോലെ ലോഗോസും അങ്ങനെയായിരിക്കും. ബട്ട് സംതിങ് റിലേറ്റഡ് ടു ദ മസ്കുലിൻ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ലോഗോസ് ഒരിക്കലും പിങ്ക് കളറൊന്നും ഇടത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാസിൻ്റെ ഒന്നും ലോഗോസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഭയങ്കര ലൈറ്റ് കളേഴ്സ് ഒന്നും ആവത്തില്ല. ഇറ്റ് വിൽ ബി ഡാർക്ക് കളേഴ്സ് അല്ലെങ്കിൽ സിൽവർ ഗോൾഡ് എന്ന രീതിയിൽ നല്ല എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇടും. ഓക്കെ, അതാണ് കളേഴ്സിനെ വെച്ചിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ലോഗോ എങ്ങനെയായിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് ദ വേഴ്സിറ്റാലിറ്റി. വേഴ്സിറ്റാലിറ്റി മീൻസ് ഏത് പ്ലാറ്റ്ഫോമിലും അത് പ്രിൻ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ പറ്റുന്ന രീതിയിലുള്ള വേഴ്സിറ്റാലിറ്റി ഉണ്ടാവണം നമ്മുടെ ലോഗോയ്ക്ക്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലോഗോ സംതിങ് റിലേറ്റഡ് ടു ദ ഫ്ലാഗ് ആണെന്ന് വെച്ചോ, ഫ്ലാഗ് റിലേറ്റഡ് പോലെ 3 കളേഴ്സിൻ്റെയാണ് നമ്മുടെ ലോഗോ വരുന്നതെങ്കിൽ ഇറ്റ് കാൺ ബി പ്രിൻറ്റഡ് എനിവേ. ഫ്ലാഗ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ 3 കളേഴ്സ് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഓർമ്മ വരും. അത് ചിലപ്പോൾ ഒരു ചെരുപ്പ് കമ്പനി ആണെങ്കിൽ ചെരുപ്പയിൽ അടിക്കാൻ പറ്റുമോ? ഇല്ല. സോ ഓൾവേസ് ഇറ്റ് ഷുഡ് ബി വേഴ്സറ്റൈൽ ലൈക്ക് ദാറ്റ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ഓർ ഫാസ്റ്റ്ലി ടു ബി പ്രിൻറ്റഡ് ഓൺ എനിവേ ആൻഡ് എനി പ്ലേസ്. എവിടെ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഒരേ വേർഷനിൽ തന്നെ നമ്മൾ നിൽക്കാതെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ലോഗോസും ആയിരിക്കണം. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നത് അങ്ങനത്തെ ലോഗോസും ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് ദി
typography, that is, choose a typeface that is easy to read and utilize a maximum of 2 fonts in the logo. നമ്മൾ 2 ഫോൺസ് ലോഗോയിൽ 2 ഫോൺസ് എങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ടൈപ്പ് ചെയ്യുന്നത് ഒരിക്കലും കൺഫ്യൂസിങ് ആയിരുന്നു, നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോട്ടോടൈപ്പ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും കൺഫ്യൂസിങ് ആവരുത്, മനസ്സിലാവാതെ പോകരുത്. അപ്പോൾ ലോഗോ ഡിസൈൻ എപ്പോഴും നമുക്ക് ഈസി റീസൈസിങ്ങിന് പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ സേവ് ചെയ്തിടാൻ. ഇതെല്ലാം ഒരു ഡിസൈനറിനുള്ള കാര്യങ്ങളാണ്. എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വെച്ചാൽ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും റീസൈസ് ചെയ്യാൻ പറ്റുന്ന രീതി വേണം നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യാം. എന്നുവെച്ചാൽ ഓഡിയൻസിൻ്റെ മൈൻഡ്സിലേക്ക് പെട്ടെന്ന് എത്തുന്നത്. ഇപ്പോൾ കൊക്കക്കോള എന്നുള്ള ആ ഫോണ്ട് എന്ന് പറയുന്നത് ബിഗ് സ്പോസ് ഫോണ്ട് എന്നാണ് പറയുന്നത്, ബി സ്പോക്ക് ഫോണ്ട്. ആ ഫോണ്ട് നമ്മുടെ ഓഡിയൻസിൻ്റെ മനസ്സിൽ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനത്തെ യൂസ് ചെയ്തത്. അതല്ലാതെ നമ്മൾ വളരെയധികം ഫോൺസ് യൂസ് ചെയ്ത് കോമിക് സാൻസ് ഒക്കെ ഇല്ലേ, വളരെ ഓഡായിട്ടുള്ള അക്ഷരങ്ങളായിരിക്കും അതിലുള്ളത്, അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ ഫോൺസിന് ഷാഡോസൊക്കെ വരുന്ന രീതിയിലൊന്നും ആവരുത്. അപ്പോൾ ഷാഡോസ് നമ്മൾ വേറെടുത്ത് ചിലപ്പോൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അത് ഓവർ റൈറ്റ് ചെയ്ത് വരാം. സോ വി വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി ക്ലിയർലി. സോ എപ്പോഴും ഒരു ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത് സിമ്പിളായിരിക്കും. 2 ഫോൺസൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് തന്നെ സ്റ്റാൻഡേർഡ് ഫോംസ് ദാറ്റ് ഈസ് ഈസി ടു റീഡ് ഷുഡ് ബി ഗിവൺ ഫോർ ദി ടൈറ്റിൽസ്. ആൻഡ് ഫോർ ദിസ് ലോഗോ ഇറ്റ് ഷുഡ് ബി ഡിസൈൻഡ് ഓർ സേവ്ഡ് ഇൻ എ ഫോം ദാറ്റ് ഇറ്റ് ക്യാൻ ബി റീസൈസ്. ഈസി റീസൈസിങ് ഫോമാറ്റിൽ വേണം നമ്മൾ സേവ് ചെയ്യുക. Don't use any of the fonts like the Sans Comic Sans or any kind of confusing letters, and no shadow should be given to these logo designs. Okay, അപ്പോൾ ഒരു മിക്സപ്പ് ആയിപ്പോകും, നമ്മുടെ വിഷ്വൽ ക്ലിയർ അല്ലാതെ ആയിപ്പോകും. ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ടൈപ്പോഗ്രഫി. നെക്സ്റ്റ് വൺ ഇസ് ദ ഓഡിയൻസ്. നമുക്ക് നല്ലൊരു റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സൈക്കോളജി മനസ്സിലാക്കണം. അവരെന്ത് കളറിലായിരിക്കും അവർക്ക് അപ്പീൽ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ ടൈപ്പ് ഫേസ് എന്താണ്, എങ്ങനത്തെ രീതിയിലുള്ള ഫോൺസ് ആയിരിക്കും അവർക്ക് വേണ്ടത്. എല്ലാം ഒരു സയൻറ്റിഫിക് സ്റ്റഡിയിലൂടെ അല്ലെങ്കിൽ ഡേറ്റ കളക്ഷനിലൂടെ നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ കസ്റ്റമേഴ്സിലെ ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റാം. അതർവൈസ് നമ്മൾ ഫീഡ്ബാക്ക് ഒന്നും കളക്ട് ചെയ്യാതെ, കമൻസ് ഒന്നും കളക്ട് ചെയ്യാതെ, സജഷൻസ് ഒന്നും കളക്ട് ചെയ്യാതെ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലോഗോ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വോണ്ട് ബി അപ്പീലിംഗ് ടു ദി ലോക്കൽ കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് വൺ അബൌട്ട് ദി ആസ്പിറേഷൻ. ലോഗോ ഡിസൈൻ ഷുഡ് ബി ഡ്രോൺ ഔട്ട്. When beginning with design concept, mood boards are recommended. They will help in combining the brand value and impress the audience. It is better to use golden ratio and sketch it out to come up with the best model and use vector design graphic software. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഡിസൈൻസ് കോപ്പി ചെയ്യാതെ നമ്മളുടെ പുതിയതായ ഡിസൈൻസ് എടുത്ത് അതിനനുസരിച്ച് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്ത് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് വേണം എടുക്കാൻ. അതല്ലാതെ നോർമലി ക്ലിപ്പ് ആർട്ടോ അല്ലെങ്കിൽ ഡൗൺലോഡബിൾ ഡിസൈൻസ് ഒക്കെ ഉണ്ടാവും വെബ്സൈറ്റിലുള്ളത്, അതൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ ലോഗോസിൽ ഫോട്ടോഗ്രാഫ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലോഗോസിൽ നോക്കാം. ഫോട്ടോഗ്രാഫ്സ് യൂസ് ചെയ്യരുത്. അതേപോലെ വേറെ ഡിസൈൻസിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യരുത്. ക്ലിപ്പ് ആർട്സോ അത് ഡൗൺലോഡബിൾ ഡിസൈൻസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മളുടെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സിനെ കൊണ്ട് ഒരു ബെസ്റ്റ് മോഡൽ ഡിസൈൻ ചെയ്തെടുക്കുക. ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് തിങ് ടു ഡു ഫോർ എ ലോഗോ ക്രിയേഷൻ. Next one is the consistency. That is, visual consistency is necessary for any successful logo. എപ്പോഴും അതൊരു ബ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കളറും ഷേപ്പും എല്ലാം വിഷ്വലി അപ്പീലിംഗ് ആയിരിക്കണം. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ലോഗോ ചേഞ്ച് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിന് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലോഗോസ് ഉണ്ടാവണം. ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താമെന്നല്ലാതെ വലിയ ചേഞ്ചസ് വരുത്തിയാൽ ഇറ്റ് വിൽ ബി കൺഫ്യൂസിങ്. അവർ നമ്മുടെ പ്രൊഡക്റ്റ് റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് BMW ആണ്. BMWൻ്റെ ഡിസൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരു ഡിസൈനുമായിട്ട് BMW വരികയാണെങ്കിൽ വി വോണ്ട് ഐഡൻറ്റിഫൈ ഇറ്റ്. നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതി വേണം ഒരു ലോഗോ ഡിസൈൻ ചെയ്യാൻ. ഷുഡിൻ ബി മേക്കിംഗ് ഓൾട്രേഷൻസ് ഡേ ബൈ ഡേ ഓൾട്രേഷൻസ് വരുത്താതിരിക്കുക ലോഗോസിൽ. നെക്സ്റ്റ് വൺ ഇസ് ദ സ്പേസ്. ദാറ്റ് ഈസ് സ്പേസ് ഉണ്ടായിരിക്കണം ലോഗോയിൽ. അത് ചിലപ്പോൾ വളരെ ഓഡായിട്ട് തോന്നും, പക്ഷെ നമ്മൾ ഒരു സ്പേസ് കൊടുക്കുന്ന അതിന് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സ്പേസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. വളരെയധികം സ്പേസ് ആണെങ്കിൽ നമ്മൾ അതൊരു ബ്രേക്ക് ആയിപ്പോൾ ആ ഡിസൈൻ മനസ്സിലാവാത്ത രീതിയിൽ പോയിപ്പോവും. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും അതിനൊരു മീനിങ് ഉള്ള രീതിയിലാണ് സ്പേസ് എങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്.
നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദി നോ യുവർ ഡിസൈൻ. ദാറ്റ് ഈസ് ദ ഡിസൈൻ എപ്പോഴും മീനിങ് ഫുൾ ആയിരിക്കണം. അവരുടെ കസ്റ്റമേഴ്സിനും അതേപോലെ അവിടുത്തെ എംപ്ലോയീസിനും ആ മീനിങ്, ആ മോഡൽ അല്ലെങ്കിൽ ആ ലോഗോയിൻ്റെ മീനിങ് മനസ്സിലായിരിക്കണം. അതർവൈസ് ചുമ്മാ ഒരു സാധനം ഡിസൈൻ ചെയ്തതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ദ ലൈൻസ്. That is, do simple lines and bold shape will make your design easily recognizable and undeterred or distinguished from the competition. Simple lines അല്ലെങ്കിൽ ബോൾഡ് ഷേപ്സ് ആയിരിക്കും നമ്മുടെ ലോഗോസിന്. അലവഴ ഓടായിട്ടുള്ള ഡിസൈൻസ് ഒന്നും ചെയ്യരുത്. സ്ട്രിൽസ് കുറേ ചുറ്റി വളഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡിസൈൻസോ ലൈൻസ് ഒന്നും നമ്മളുടെ ലോഗോസിൽ ഉണ്ടാവരുത്. നെക്സ്റ്റ് വൺ, ഇൻ മോഷൻ. That is, make a moving version of logo design to attract the audience. State designs should have an animated version for digital use. അപ്പം മോഷനിലുള്ള ഒരു ലോഗോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി അപ്പീലിംഗ് ഫോർ ദ കസ്റ്റമേഴ്സ്. അല്ലാതെ ജസ്റ്റ് ഒരു ഡിസൈൻ വെച്ച് മാത്രം ഇറ്റ് വോണ്ട് ബി ആക്സസിബിൾ. ഓക്കെ. പക്ഷേ നല്ല രീതിയിൽ അത് അക്സെപ്റ്റ് ആയിപ്പോയാൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ ആപ്പിളിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റിൽ ഡിസൈൻ. സ്റ്റിൽ നമുക്ക് മോഷനിലല്ലെങ്കിലും നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ലോഗോ നമുക്ക് ഇഷ്ടമാണ് ആപ്പിൾ എന്നുള്ളത്. പക്ഷേ മാക്സിമം നമ്മൾ ഒരു മൂവിങ്, അതിനൊരു വിഷ്വലായിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് സം കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ ലോഗോസ് ഡിസൈൻ ചെയ്യാം. So these are the major do's and don'ts in logo creation. That is, it should be simple, straightforward and clear. It should be always unique. Color should be appealing to the customers. It should have a versatility. ചെറിയ മാറ്റങ്ങൾ വരുത്താൻ അത് ഫേവറബിൾ ആയിരിക്കണം. About the typography, that is the fonts used and its calibration. Then the audienceൻ്റെ സജഷൻസും റെക്കമെൻഡേഷനും എല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ലോഗോ. ഇൻസ്പിറേഷൻ, ദാറ്റ് ഈസ് ഒരിക്കലും ഡൗൺലോഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാതെ പുതിയ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം വിത്ത് സോഫ്റ്റ്വെയർ. കൺസിസ്റ്റൻസി, ദാറ്റ് ഈസ് ഇടയ്ക്കിടയ്ക്ക് ലോഗോസ് ചേഞ്ച് ചെയ്യരുത്. ഇഫ് വി ആർ ചേഞ്ചിങ് ഇറ്റ് വിൽ കൺഫ്യൂസ് ബോത്ത് ദ ഓഡിയൻസ് ആൻഡ് ദി കസ്റ്റമേഴ്സ് ആൻഡ് ദേ വിൽ നോട്ട് റെക്കഗ്നൈസ് അവർ പ്രൊഡക്റ്റ്. Then space, do not provide more space in between this logo. If there is space, sometimes the click അത് അങ്ങ് കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യത്തില്ല. ദെൻ നോ യുവർ ഡിസൈൻ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ലോഗോ? ഇറ്റ് ഷുഡ് ബി നോൺ ടു ബോത്ത് ദ കസ്റ്റമേഴ്സ് ആൻഡ് ദി എംപ്ലോയീസ്. ആൻഡ് ഓൾസോ യൂസ് സിമ്പിൾ ലൈൻസ് ആൻഡ് ബോൾഡ് ഷേപ്സ് ഫോർ ഡിസൈൻ യുവർ logo, otherwise it will make it clumsy. And also always try to have some kind of motion in the digital use of this logo, even if it is not possible in hard use. Okay, so these are the do's and don'ts that we want to check in a logo designs. നെക്സ്റ്റ് വൺ ഇസ് ദ ക്യാരക്ടേഴ്സ്. എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ഒരു ലോഗോ ആയിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് മാറുന്നതെന്നുള്ളത്. ദാറ്റ് ഈസ്, characters represents a special type of brand symbol, one that takes on the human or real life characteristics. Human അല്ലെങ്കിൽ റിയൽ ലൈഫ് ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് ലോഗോ അല്ലെങ്കിൽ സിമ്പിളിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ ഇമോഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ, ഒരു ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഇമോഷൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടേഴ്സ് നമ്മളുടെ പ്രിഫറബിൾ ആണ്. കൂടുതലും ഒരു സ്റ്റണ്ട് ഡിസൈനിനേക്കാളും നമ്മൾ ക്യാരക്ടേഴ്സിനാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബിക്കോസ് ഇറ്റ് എലിസിറ്റ് ദ പ്രോപ്പർ ഇമോഷണൽ റെസ്പോൺസ് ഫോർ ദി ടാർഗറ്റ് ഓഡിയൻസ് ആൻഡ് ഇറ്റ് ഓൾവേസ് കണക്ട് ദ ക്യാരക്ടർ ടു ദി ബ്രാൻഡ് ഇൻ ദ ഡീപ്പ് ആൻഡ് ഇൻട്രിൻസിക് വേ. ഒരു ഡീപ്പ് ആൻഡ് ഇൻട്രിൻസിക് വേയിൽ നമ്മുടെ ക്യാരക്ടർ വെച്ച് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ മെയിൻ തിങ്. ദാറ്റ് ഈസ്, it helps in to know what human truth is revealed through the story that the audience can relate to. അത് ഓഡിയൻസിന് അങ്ങ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾസ് ഈ രണ്ടെണ്ണം നമുക്ക് KFCയുടെ ഈ ക്യാരക്ടറാണ്. ആ പേഴ്സണെ കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഓഫ് ദോസ് KFC പ്രൊഡക്റ്റിൻ്റെ ആണ്. ഈവൻ ദോ ദാറ്റ് KFCയുടെ ചിക്കൻ ആണ് അവരിത് ആക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസൈൻസും അതിനകത്തില്ല. ആ ഒരാളുടെ ഫോട്ടോ മാത്രമേ. സിമിലർലി മക്ഡൊണാൾഡ്സിൻ്റെ ആണെങ്കിൽ ഈ ക്ലോണിനെ കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഓഫ് ദ മക്ഡൊണാൾഡ്സ് ആൻഡ് നമ്മൾ അപ്പീലിംഗ് ആണ് ക്ലോൺ, ഇറ്റ് ഈസ് അപ്പീലിംഗ്. അപ്പോൾ അങ്ങനെ രീതിയിൽ നമ്മുടെ റിയൽ ലൈഫ് ക്യാരക്ടറിസ്റ്റിക്സിനെ വെച്ച് നമ്മൾ, അല്ലെങ്കിൽ ഹ്യൂമൻ ഓർ റിയൽ ലൈഫ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് കൂടുതലായിട്ട് ഇമോഷണൽ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാരക്ടേഴ്സ് എന്ന ഐക്കൺ ഓർ സിംബൽ യൂസ് ചെയ്യുന്നത് ഫോർ ദി ലോഗോ. സോ in this, the major benefits are, it helps to differentiate the product or the campaign. നമ്മുടെ പ്രൊഡക്റ്റിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്യാരക്ടർ ബേസ്ഡ് ആണ് നമ്മുടെ ബ്രാൻഡ് എങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ഡിഫറൻഷിയേറ്റ് അവർ പ്രൊഡക്റ്റ്.
from the others. Then it helps brands break through the marketplace culture, as well as help to inject even more life into the brand experience activities. കൂടുതൽ ബ്രാൻഡ് എക്സ്പീരിയൻസ് ആക്ടിവിറ്റീസിലേക്ക് ആഡ് ചെയ്യും മോർ, നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടും അതിലേക്ക്. പക്ഷേ ബിക്കോസ് റിയൽ ടൈം ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട് വി വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ഹാവ് സം കണക്ഷൻ വിത്ത് ദാറ്റ്. അങ്ങനെ ഒരു ഇമോഷണൽ ടച്ചിന് വേണ്ടിയിട്ടും ഈ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസ്റ്റൻറ്റ് പേഴ്സണാലിറ്റി ആൻഡ് അപ്പീൽ. പേഴ്സണാലിറ്റി ആൻഡ് അപ്പീൽ. ഇപ്പോൾ നമുക്ക് ക്ലോൺ എന്ന് കാണുമ്പോൾ ഹാപ്പിനെസ് എന്ന രീതിയിലൊരു ചിന്ത വരുന്നുണ്ട്. മക്ഡൊണാൾഡ്സ് എന്ന് പറയുമ്പോൾ ക്ലോണാണ്, ഇറ്റ് ഇസ് സംതിങ് റിലേറ്റ് ടു ദ ഹാപ്പിനെസ് എന്ന രീതി വരുമ്പോൾ അത് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു അപ്പീലിംഗ് ആയി മാറുന്നുണ്ട് നമ്മളുടെ ബ്രാൻഡ് ക്യാരക്ടർ. ദെൻ ഇറ്റ് ഓൾവേസ് എൻകറേജ് ദ മെമ്മറബിൾ അസോസിയേഷൻ വിത്ത് ദ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ, എ കീ പ്രൊഡക്റ്റ് ബെനിഫിറ്റ്. മെമ്മറബിൾ അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദി മേജർ ബെനിഫിറ്റ്സ് ഓഫ് എ ക്യാരക്ടർ. So these are the major characteristics of a character. ക്യാരക്ടർ എന്താണെന്നും ക്യാരക്ടേഴ്സ് എന്തിനു നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ആൻഡ് 2 examples were also discussed, that is the clone in the McDonald's and this person the major owner of KFC as the product. KFC പ്രൊഡക്റ്റിന് പകരം they are using the owner's image. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ബെനിഫിറ്റ്സ്, ഈ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻ ഓർ ദാറ്റ് ഈസ് ദ സ്ലോഗൻ. നമ്മളൊരു ബ്രാൻഡിനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി വേറെ യൂസ് ചെയ്യുന്നൊരു എലമെൻ്റാണ് സ്ലോഗൻ. സ്ലോഗൻ മീൻസ് ഇറ്റ് ഇസ് സം കൈൻഡ് ഓഫ് വേർഡ്. നമ്മളുടെ എന്താണ് ആ കമ്പനിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ എന്ന് തരാൻ വേണ്ടിയിട്ടുള്ളൊരു വേർഡ് അല്ലെങ്കിൽ ഒരു വേർഡിങ്സിനെയാണ് നമ്മൾ സ്ലോഗൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് സ്റ്റിക്സ് ഓൺ ടു ദ മൈൻഡ് ആൻഡ് ട്രിപ്പ് ഓഫ് ദി ടങ്. നമുക്ക് പെട്ടെന്ന് ആ സ്ലോഗൻ കേൾക്കുമ്പോൾ തന്നെ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളിലെയാണ് സ്ലോഗൻസ് എന്ന് പറയുന്നത്. ആ കൺസൈൻസ് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് എൻക്യാപ്സുലേറ്റിംഗ് എ ബേസിക് പ്രോമിസ് ടു ദ കൺസ്യൂമേഴ്സ് യൂസ്. കൺസ്യൂമർ യൂസേഴ്സ് ഇല്ലേ, കമ്പനീസിൻ്റെ യൂസേഴ്സിന് ഒരു പ്രോമിസ് കൊടുക്കുന്ന രീതിയിലാവാം ചില സ്ലോഗൻസ്. ഫോർ എക്സാമ്പിൾ നമ്മളിത് നോക്കുക, നോക്കിയയുടെ ആണെങ്കിൽ കണക്റ്റിംഗ് പീപ്പിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ലോഗൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നോക്കിയ ഇറ്റ് ഹെൽപ്സ് ഇൻ കണക്റ്റിംഗ് പീപ്പിൾ. നമുക്ക് ഫോൺ വിളിക്കാനുള്ള ദേ ആർ സം കൈൻഡ് ഓഫ് നെറ്റ്വർക്ക് ഒരു സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയുള്ളതായിരിക്കും. അതർവൈസ് ആപ്പിൾ, തിങ്ക് ഡിഫറെൻറ്റ്. ആപ്പിൾ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറേ കൂടുതൽ വേറെ രീതിയിൽ ചിന്തിക്കാം. ബാക്കി ആൻഡ്രോയിഡ് യൂസേഴ്സിനേക്കാളും നമുക്ക് വേറെ രീതിയിൽ ചിന്തിക്കാം എന്ന മീനിങ് കൊടുക്കുന്നു. അമൂൽ, ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ടേസ്റ്റാണ് അമൂൽ എന്ന രീതി പറയുന്നു. KFC, സോ ഗുഡ്. ആൻഡ് നെസ്ലി, ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ്. ദീസ് ആർ സം ഓഫ് ദ സ്ലോഗൻസ് യൂസ്. അപ്പോൾ എപ്പോഴും അതൊരു ഡിസ്റ്റിങ്റ്റീവായിട്ട് കൺസൈൻസ് ആയിട്ട് ഒരു പ്രോമിസ് കൊടുക്കുന്നു കസ്റ്റമേഴ്സിന്. ബിസിനസ്സിന് ഒരു എസെൻസ് കൂട്ടുന്നതായിരിക്കും എപ്പോഴും ഒരു സ്ലോഗൻ. സോ സ്ലോഗൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ടു ക്രിയേറ്റ് ദ ബ്രാൻഡ് ഇമേജ് കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റ് ആണ് സ്ലോഗൻ. So we have discussed first the trademark logo and the types of logo, then what are the major elements of a good logo, then we have discussed the do's and don'ts in a logos, and another design that is about the characteristics, that is real time characteristics വെച്ചിട്ട് characters എന്താണെന്ന് പറഞ്ഞു. We discussed the examples and also the benefits of using characters in promoting a brand, and last we have discussed the slogans and some of the examples of slogans and how it gets attracted to the customers. That is the benefits. In benefits we can see the slogans help to build brand awareness and image. ഇപ്പം ആ കണക്റ്റിംഗ് പീപ്പിൾ എന്ന രീതിയിൽ നോക്കിയയുടെ പേര് അല്ലെങ്കിൽ സ്ലോഗൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ടൊരു ബ്രാൻഡിനെ പറ്റിയൊരു അവയർനെസ് കിട്ടി. കണക്റ്റിംഗ് പീപ്പിൾ എന്ന് വെച്ചാൽ ആൾക്കാരെ കണക്ട് ചെയ്യുന്നു ത്രൂ സം കൈൻഡ് ഓഫ് സർവീസ്. അപ്പോൾ ദേ ആർ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന രീതിയിലൊരു അവയർനെസ് കൊടുക്കാൻ പറ്റി, അതേപോലെ ഒരു ഇമേജും കൊടുക്കാൻ പറ്റി. ആൻഡ് ഇറ്റ് ഓൾസോ ക്രിയേറ്റ് സ്ട്രോങ് ലിങ്ക്സ് വിത്ത് ദ ബ്രാൻഡ് ആൻഡ് പ്രൊഡക്റ്റ് കാറ്റഗറി. നമുക്ക് ബ്രാൻഡുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്ലോഗൻസ് യൂസ് ചെയ്യാം. KFCയുടെ സോ ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബ്രാൻഡിനോടുള്ള ഇഷ്ടമാണ്, അത് നല്ലതാണ് എന്ന രീതിയിലൊരു പ്രൊഡക്റ്റ് കാറ്റഗറിയോട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സ്ലോഗൻസിന് പറ്റും. ഇറ്റ് ലിവറേജ് ദ മാക്സിമം ബ്രാൻഡ് ഇക്വിറ്റി. പിന്നെയും നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രാൻഡ് ഇക്വിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സ്ലോഗൻസ്. നെക്സ്റ്റ് ഇറ്റ് ആക്ട് ആസ് എൻ ആസ്പിറേഷൻ. എപ്പോഴും അതൊരു ആസ്പിറേഷനായിട്ട് നിൽക്കും. എന്ന് വെച്ചാൽ ഇപ്പം നൈക്കിൻ്റെ നമുക്ക് സ്ലോഗൻ അറിയാം, ജസ്റ്റ് ഡൂ ഇറ്റ് എന്നാണ്. So it is giving some kind of aspiration to the customers who buy it. അപ്പം അങ്ങനെ നമുക്കൊരു ഒരു ആസ്പിറേഷനും ആകുന്നുണ്ട് ഒരു സ്ലോഗൻ.
സോ നെക്സ്റ്റ് വൺ ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ബ്രാൻഡ്. ആ ബ്രാൻഡിനെ പറ്റിയിട്ടൊരു ഐഡിയ തരുന്നില്ലേ? ഇപ്പോൾ നമ്മൾ ടാറ്റ ഡോക്കോമോയിൽ ഓപ്പൺ അപ്പ്, അല്ലെങ്കിൽ നെസ്ലയുടെ ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ് എന്നാണ് നെസ്ലയുടെ നമ്മൾ അതിൻ്റെ സ്ലോഗൻ പറഞ്ഞത്. സോ ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ്, ഗുഡ് ഫുഡ് ഗുഡ് ലൈഫ്, സോ വി ആർ ഗെറ്റിംഗ്, നല്ല ഭക്ഷണം കിട്ടുന്നു, നല്ല ജീവിതം കിട്ടുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു മീനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ബ്രാൻഡ് ബൈ ആക്ടിങ് ആസ് എ ഹുക്ക്. നമ്മളെ പിടിച്ച് വലിക്കുന്ന ഒരു ഘടകമായി മാറുന്നുണ്ട് ഈ സ്ലോഗൻസ്. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് ഇസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് പെർസ്വേസീവ് ഇൻഫർമേഷൻ കൺവേഡ് ഇൻ ആഡ്സ്. ആഡ്സ് എന്ന ഫോമിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അമുൽ. അപ്പോൾ അമുൽ ബട്ടറിൻ്റെ ആ കുട്ടിയുടെ മാത്രം ഇപ്പോൾ സിമ്പിളായി മാറി. അതിലൂടെ ആ പടം കാണുമ്പോൾ ടേസ്റ്റിയാണ് എന്ന രീതി നമുക്ക് മനസ്സിലാവും, ഓർ ഡെലീഷ്യസ്. ബട്ട് അതിൻ്റെ കൂടി സ്ലോഗനായി ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യയും കൂടി ചേരുമ്പോൾ ഒരു എക്സ്ട്രാ ഇൻഫർമേഷനാണ് കൊടുക്കാൻ പറ്റിയത്. ചെറിയ 2-3 വാക്കുകളിൽ കൂടെ തന്നെ, അല്ലെങ്കിൽ ടാഗ് ലൈൻസ് പോലെ ഒരു മേജർ മീനിങ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. ദീസ് ആർ ദി മേജർ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് സ്ലോഗൻസ് ഫോർ ദി ബ്രാൻഡ് പ്രമോഷൻസ്. So today we have discussed about the trademark logos and the symbols. We have just started it. This is the introductory session for the module 3, in which we have discussed what is a trademark logo, then some of the examples of the trademark logo, then the kinds of logos, that is word mark, lettermark, icons, then what are the specialities of being a good logo, then the do's and don'ts that we want to see in a logo creation, which is already meant for the designers. Designersനാണ് ആ വർക്ക് വരുന്നത്. They are the ones who want to design this logos for our company. Then about the characters and the examples and the benefit of using characters in a brand promotion. And next we have discussed the slogans and some of its examples, and also the importance to the company on using slogans. So today you just want to write a short note on these slogans. Slogans എന്താണെന്നും അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നെന്നും, വാട്ട് ആർ ദി മേജർ ബെനിഫിറ്റ്സ് ഓഫ് സ്ലോഗൻ, ആൻഡ് ഓൾസോ സം ഓഫ് ദി എക്സാമ്പിൾസ്. അതൊരു ഷോർട്ട് നോട്ടായിട്ട് ഒന്നെങ്കിൽ എഴുതി അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് അയച്ചു തരാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഐ ക്യാൻ ക്ലിയർ യുവർ ഡൗട്ട്സ്. ഓക്കെ, so we can meet in the next lecture with another one, that is the jingles, and we will start the packing and packaging in the next lecture. Okay, so thank you. Meet you in the next lecture.